ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, മംഗളവാർത്തയുടെ മാനുഷിക ഭാവവും ദൈവിക ഭാവവും സംശുദ്ധമായി ആവിഷ്കരിച്ചിരിക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കുക. മനുഷ്യരായ നാം എല്ലാവരും നല്ല വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ശുഭകരമായ കാഴ്ച കാണാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ്. ഈ നല്ല വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊക്കെ ഏറെ സന്തോഷം കൈവരുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം, കുടുംബം രൂപപ്പെടുത്തൽ എന്നിവയൊക്കെ ഏറ്റവും മനോഹരമായ ഒരു ചിന്ത, മംഗളകരമായ ഒരു വാർത്തയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇത് മംഗളകരമായ ഒരു വാർത്തയായി അവരുടെ ജീവിതത്തിൽ ഭവിക്കുന്നു. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പുത്രനായ രക്ഷകനെ പ്രതീക്ഷിച്ചു കഴിയുന്ന സമയം ഇത് ഒരു മംഗളകരമായ വാർത്തയായിട്ട് എല്ലാവരിലും രൂപപ്പെടുന്നു. എന്നാൽ ഈ സുവിശേഷ ഭാഗം ദൈവികമായ മംഗളവാർത്തയ്ക്ക് ഊന്നൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുക്കൽ വന്ന് അവളോട് പറയുന്നു, ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി. ഏറെ സന്തോഷകരമായ ഒരു ദൈവികമായ മംഗളവാർത്ത. ഒരു പിതാവ് തൻ്റെ 2 പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ 2 മുറികൾ ഒരേ വലുപ്പത്തിലുള്ളതാണ്, ഓരോന്നും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നിറയ്ക്കുക എന്ന്. മൂത്ത മകൻ വൈക്കോൽ കൊണ്ടുവന്ന് ആ മുറി മുഴുവൻ നിറച്ചു. ഒരാൾക്കതിലേക്ക് പ്രവേശിക്കുവാനോ ഒന്നിനും സാധിക്കാത്ത വിധം. രണ്ടാമത്തെ മകൻ ഒരു മെഴുകുതിരി കത്തിച്ച് ആ മുറിയുടെ നടുവിൽ പ്രതിഷ്ഠിച്ചു. ആ മുറി മുഴുവൻ പ്രകാശപൂർണമായി. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശവും ദൈവത്തിൻ്റെ പ്രസാദപരവും നിറഞ്ഞ വ്യക്തിയാണ് പരിശുദ്ധ മറിയം എന്നത് ബോധ്യമാണ്. നാമൊക്കെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതം എപ്രകാരമാണ്? ദൈവകൃപ നിറഞ്ഞതാണോ, അതോ മാനുഷികമായ ചിന്തകളെ കൊണ്ട് നിറഞ്ഞതാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ സുഹൃത ജീവിതം ദൈവകൃപയ്ക്ക് നിദാനമായി രൂപപ്പെട്ടുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ട്, മോഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ആ വൈക്കോൽ വെച്ച മകനെ പോലെ നമ്മുടെ ജീവിതം ധനമോഹം, ആരോഗ്യം, സൗന്ദര്യബോധം, പരദൂഷണം, വിമർശനം, കുറ്റം പറച്ചിൽ എന്നിവ കൊണ്ടൊക്കെ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ കണ്ടെത്താൻ ഇടം വരാതെ പോകുന്നു. സ്നേഹമുള്ളവരെ, ഈ മംഗളവാർത്ത കാലഘട്ടത്തിൽ യേശുവിൻ്റെ തിരുപ്പിറവിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവപുത്രനായ യേശുവിനെ വരവേൽക്കാൻ ദൈവകൃപ കണ്ടെത്തുന്നവരായി രൂപപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവദൂതൻ്റെ ദൈവികമായ മംഗളവാർത്തയുടെ 2-ാം ഘട്ടം ഇവിടെ വെളിപ്പെടുന്നു. ഏറെ സന്തോഷകരമായ അവസ്ഥ. നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നാം നോക്കുക. പലപ്പോഴും നാം മനുഷ്യരിൽ കൃപ കണ്ടെത്താൻ പരിശ്രമിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭയപ്പാടും ആശങ്കകളും ഉത്കണ്ഠകളും നിറഞ്ഞതാണ്.
ഭരണാധിപന്മാർക്കോ ദേശാധിപന്മാർക്കോ നേതാക്കന്മാർക്കോ നമ്മുടെ ഭയത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ പരിശുദ്ധ മറിയത്തോട് ദൈവദൂതൻ പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഭയം കൂടാതെ പ്രവേശിക്കുവാനും ഭയം കൂടാതെ പ്രവർത്തിക്കുവാനും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും. വിവാഹിതയായ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം, കാതോർത്തിരിക്കുന്ന മംഗളവാർത്ത, ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്നത്. എന്നാൽ ഇവിടെ മറിയത്തിന് സംശയം, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ ഗർഭധാരണം സംഭവിക്കുന്നത്? ന്യായമായ സംശയം, മാനുഷികമായ സംശയം. അപ്പോൾ ദൈവദൂതൻ അവളോട് പറയുന്നു, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരിയായ വൃദ്ധയായ എലിസബത്ത് ഗർഭവതിയായിരിക്കുന്നു. അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ സാങ്കേതിക വിദ്യ കൊണ്ടും ശാസ്ത്ര നേട്ടങ്ങൾ കൊണ്ടും മനുഷ്യൻ ഏറെ ദൂരം സഞ്ചരിച്ചുവെങ്കിലും ഇന്നും അവന് എത്തിപ്പെടാൻ പറ്റാത്ത പല സംഗതികളുമുണ്ട്. അവന് അസാധ്യമായി നിലകൊള്ളുന്നതും പലതുമുണ്ട്. അവിടെയാണ് ദൈവദൂതൻ പറയുന്നത്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. സ്നേഹമുള്ളവരെ, നമുക്കും നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒന്നും അസാധ്യമല്ലാത്തവന് പ്രതീക്ഷ അർപ്പിച്ച് മനോഹരമായ ജീവിതം നയിച്ച് ദൈവകൃപ സ്വീകരിച്ച് ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവദൂതൻ്റെ ഈ മറുപടിക്ക്, ദൈവദൂതൻ്റെ ഈ സന്ദേശത്തിന് പരിശുദ്ധ മറിയം മറുപടി നൽകുന്നത് കാണുന്നുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. എത്രയോ മനോഹരമായ വചനം. സമ്പൂർണമായ സമർപ്പണത്തിന് മറിയം തന്നെ പ്രതിഷ്ഠിക്കുന്നു. ദൈവികമായ മംഗളവാർത്തയും മാനുഷികമായ മംഗളവാർത്തയും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. ദൈവത്തിൻ്റെ മംഗളവാർത്തയ്ക്ക് മറിയം കൊടുക്കുന്ന പ്രത്യുത്തരം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ മംഗളവാർത്ത കാലഘട്ടത്തിൽ, യേശുവിൻ്റെ വരവിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കും ദൈവകൃപ നിറഞ്ഞവരായി ജീവിക്കുവാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ വെടിപ്പാക്കി വിശുദ്ധമായ ചിന്തകളോടെ ദൈവത്തിന് വസിക്കുവാൻ ഇടം കൊടുക്കാം. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. നാമൊക്കെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് എന്ന ബോധ്യത്തോടെ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. യാതൊരു തരത്തിലുള്ള ഭയവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഒന്നും അസാധ്യമാകുകയില്ല എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ പ്രദാനം ചെയ്യും. ദൈവപുത്രനായ യേശുവിൻ്റെ വരവ് നമുക്ക് ഓരോരുത്തർക്കും ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ച് മംഗളവാർത്തയുടെ സംവാഹകരാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അഭിലഷിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.